നൽകുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ ആലയത്തിൽ കടന്നു വന്ന് പ്രാർത്ഥനയ്ക്കായി മുട്ടുകളെ മടക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ നല്ല ഭാഗ്യത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. I thank and praise the Lord for this wonderful evening, for us to gather here to worship the name of the Lord and to pray to God. സാധാരണ നാലാമത്തെ ആഴ്ചയിലാണ് നമുക്ക് ഉപവാസ പ്രാർത്ഥന നടക്കാറുള്ളത്. Typically we hold the fasting prayer on the 4th week. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ ജോലി സംബന്ധമായ വിഷയങ്ങൾ അങ്ങനെയാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. And that's what we've been planned based on your availability. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അടിയൻ പോകുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്തപ്പോൾ ഇത്രയും പേർക്ക് കടന്നു വരുവാനിടയായത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. But since I'll be traveling the coming week, I thank everyone of you for gathering here this evening. നമ്മുടെ നല്ല ഒരു സഹോദരിമാർ ഒത്തിരി പേർ ജോലിയുള്ള വീക്കെൻഡാണ്. അവരുടെ ജോലിയിലും കർത്താവ് അവരെ പരിപാലിക്കട്ടെ. May the Lord keep and bless a lot of our sisters who are working this night. ചില മിനിറ്റുകൾ നിങ്ങളുമായി ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാനായിട്ട് എൻ്റെ ഉള്ളിൽ ദൈവം നിയോഗം നൽകിയത് 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം വായിച്ച് അതിലെ ഒരു പദം പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിപ്പാനായിട്ട് ഞാൻ എടുക്കുകയാണ്. So for tonight's meditation, the book of Second Chronicles chapter 20 verse 13. Second Chronicles chapter 20 verse 13. അങ്ങനെ യഹൂദന്മാരൊക്കെയും അവരുടെ കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും മക്കളോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നിന്നു. Now all Judah with their little ones, their wives and their children stood before the Lord. ആ യഹോവയുടെ സന്നിധിയിൽ നിന്നു എന്ന പദമാണ് ഇന്ന് രാത്രി ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. So tonight we are going to meditate on that phrase, stand before the presence of God. അപ്പോൾ നമുക്ക് ഒരു തലവാചകം സാധാരണ കൊടുക്കുന്നത് കൊണ്ട് സ്റ്റാൻഡേഴ്സ് ബിഫോർ ദ ലോർഡ്. Standers before the Lord would be our title. ദൈവവും ഭാഗം നിൽക്കുന്നവർ. Standers before the Lord. ഈ ചിന്ത നിങ്ങൾ ഇന്ന് രാത്രി കൊണ്ടുപോകണം. അത് ജീവിതത്തിൻ്റെ പ്രാവർത്തികത്തിൽ കൊണ്ടുവരാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വ്യത്യാസങ്ങൾ ദൈവം നൽകും. അത് നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ പോലെ ഈ സന്ദേശം കൊണ്ടുപോകണമെന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. Tonight if you take this message with you and then you apply practically in your life, then it will be a lot of blessing for you in the forthcoming days. നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്ക് പിടിച്ച യാത്രയിൽ 2ഉം 3ഉം കുഞ്ഞുങ്ങളുള്ളവർ, അവരുടെ ജോലി, അവരുടെ തിരക്കുകൾ ധാരാളം ഉള്ളപ്പോൾ തന്നെ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സമയം കർത്താവുമായി സ്പെൻഡ് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. So even in our busy lives, when we have a lot of kids with us, the desire of God is that we spend time in His presence daily. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പോൾ, when we come to the presence to pray, presence of God to pray, നമ്മൾ നമ്മുടെ കയ്യിൽ എല്ലാ ഫോണുകളും മാറ്റിവെച്ച് നമ്മുടെ കയ്യിൽ ഒത്തിരി പ്രയർ റിക്വസ്റ്റുകളുമായിട്ട് കർത്താവിൻ്റെ വരുന്നത്. കർത്താവേ അത് തരണേ, ഇത് തരണേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ ഭാര്യ, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ സഭ, ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ നമുക്കുണ്ട് ദൈവസന്നിധിയിൽ പറയാൻ. So when we come to the presence of God, we come forth with a lot of prayer requests. എന്നാൽ എപ്പോഴെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളൊന്നും പറയാതെ ദൈവസന്നിധിയിൽ വന്ന് ചില മണിക്കൂറുകൾ അല്ലെങ്കിൽ ചില മിനിറ്റുകൾ കർത്താവിനോട് സംസാരിക്കാൻ വേണ്ടി മാത്രം ഇരിക്കാറുണ്ടോ? So have you ever come to the presence of God without any prayer request, but just spend some time, a couple of minutes or hours before the presence of God? Again, ഞാൻ ആ ഭാഗം വാക്കുകളൊന്നും കൂടെ ആവർത്തിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥനാ വിഷയം, ഞാൻ രാവിലെ നമ്മൾ പ്രയർ ലൈനിൽ പ്രാർത്ഥിക്കുന്നു, നമ്മൾ ലേഡീസ് മീറ്റിങ്ങിൽ പ്രാർത്ഥിക്കുന്നു, നമ്മൾ കുടുംബ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുമ്പോഴും ഞങ്ങളുടെ ജഗൂസ് പ്രാർത്ഥിക്കുന്നു, ചാച്ചി അനുഗ്രഹിക്കണേ, അമ്മ അനുഗ്രഹിക്കണേ, ചാച്ചമ്മ 10 പറഞ്ഞു പ്രാർത്ഥിച്ചു അവസാനിപ്പിച്ചു. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്നത് നമ്മുടെ പേഴ്സണൽ നീഡ്സ് ആണ് കർത്താവിൽ പറയുന്നത്. So typically when we pray, we always tell our personal needs to God. We've been doing that in our morning prayer lines as well as the sisters meetings. കുഞ്ഞുങ്ങളെ എപ്പോഴെങ്കിലും തമ്പുരാന്റെ മുമ്പിൽ വന്ന് കൈകളെ മലർത്തി കർത്താവിനോട് ഒന്ന് ടോക്ക് ചെയ്യാൻ, കർത്താവ് പറയുന്നതൊന്ന് കേൾക്കാൻ നിൽക്കാറുണ്ടോ? Have you ever come just before the presence of God and spend some time, personal time with Him? ഈ വായിച്ച വാക്യത്തിൽ നമുക്ക് 2 Chroniclesന്റെ 20-ാം അധ്യായം എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. പഠിതം ഒത്തിരി ഞാൻ പ്രസംഗിക്കുന്ന ആളല്ലെങ്കിലും ഈ വാക്കുകൾ എന്നെ വളരെ സ്പർശിച്ചതുകൊണ്ട് നിങ്ങൾക്കും അത് പ്രയോജനമാകും. അത് ഈ 2 ദിനവൃത്താന്ത പുസ്തകത്തിലെ വിഷയം എന്താണ്? യഹോശാഫാത്ത് എന്ന് പറയുന്ന യഹൂദ രാജാവിനെതിരെ
3 സൈന്യങ്ങൾ, 3.5 സൈന്യം എന്നൊക്കെ പറയാം, അവർക്ക് യുദ്ധത്തിനായി വരുന്നു. So the context of this chapter is that the King Jehoshaphat had 3 armies which were coming against him to battle. ഈ മനുഷ്യൻ കർത്താവിന്റെ സന്നിധിയിൽ തന്റെ ഭാരം കൊണ്ടുവരികയാണ്. And Jehoshaphat brings his burdens to the presence of God. ഒന്നാമത്തെ ചിന്ത ഞാൻ പറയാം, പ്രതികൂലങ്ങൾ വരുമ്പോൾ ദൈവമക്കൾ എന്ത് ചെയ്യണം? പ്രതികൂലങ്ങൾ വരുമ്പോൾ ദൈവമക്കൾ ഓടി ദൈവസന്നിധിയിൽ വരണം. So the first thing that I want to share with you is that whenever you are faced with problems, you have to bring those burdens and problems to the presence of God. യഹോശാഫാത്ത് വിഷയങ്ങളുമായി ആലയത്തിനകത്ത് വന്നു. So Jehoshaphat brought his issues to the church, the temple. താൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. And he is praying out loudly. എന്നതൊന്നും വിശദീകരിക്കുന്നില്ല. പ്രാർത്ഥനയുടെ അവസാനം, And in the end of the prayer, താൻ പറയുന്ന പദമാണ് 12ാമത്തെ വാക്യം. and in the end of the prayer he says in verse 12. പ്രാർത്ഥനയുടെ അവസാനം താൻ പറയുന്ന വാക്യം 12ാം വാക്യം, verse 12. എന്താ അത്? ഉറക്കെ പ്രാർത്ഥനയുടെ കൺക്ലൂഷൻ പോലെ പറയും, ഞങ്ങളുടെ ദൈവമേ നീ അവരെ ന്യായം വിധിക്കയില്ലയോ? Oh our God, will you not judge them? ഞങ്ങൾക്ക് ശക്തിയില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണമേ, എന്തോ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പറഞ്ഞ മക്കളെ, Oh our God, will you not judge them, for we have no power against this great multitude that is coming against us, nor do we know what to do, but our eyes are upon you. ഞങ്ങൾക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. We do not know what to do. അങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? Have we had situations like that in our life? കർത്താവേ, ഞങ്ങൾക്ക് ശക്തിയില്ല അവരോട് എതിർക്കാൻ. So we do not have the power to battle. മാത്രമല്ല, ഞങ്ങൾക്ക് എന്തോ ചെയ്യണമെന്ന് അറിയാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? So if you do not know what to do, neither have the power to face your enemy, then you know what to do. എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? If we do not know what to do we know what to do? ദൈവമക്കൾ എന്തോ ചെയ്യണമെന്നറിയാതെ വല്ലാതെ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ഭക്തന്മാർ, നമ്മുടെ പിതാക്കന്മാർ ചെയ്തത്, അവർ ദൈവസന്നിധിയിൽ വന്നിക്കാൻ തയ്യാറായി. So our forefathers always came to the presence of God when they did not know what to do. അപ്പോൾ ഇവർ അവിടെ ഉള്ള എല്ലാവരെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ ഈ നേതൃത്വം. And Jehoshaphat called everyone together to pray this prayer. 13ാമത്തെ വാക്യം ശ്രദ്ധിക്കേ. 13ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങനെ എല്ലാ യഹൂദ്യരും അവരെ മക്കളും കുഞ്ഞുങ്ങളും ഭാര്യമാരും എല്ലാവരും കൂടെ വന്ന് എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ അങ്ങ് നിന്നു. And that is the context to verse 13. Now all Judah with their little ones, their wives and their children stood before the Lord. അപ്പോൾ 14ാമത്തെ വാക്യം തുടങ്ങുന്നത് അങ്ങനെയാണ്. എങ്ങനെയെന്നറിയാം? അപ്പോൾ എപ്പോഴാ? When they pray. എപ്പോഴാ? ദൈവസന്നിധിയിൽ അവർ നിൽക്കാൻ തയ്യാറായപ്പോൾ, കുടുംബസഖി നിൽക്കാൻ തയ്യാറായപ്പോൾ, കുഞ്ഞുങ്ങളോട് ചേർന്ന് നിൽക്കാൻ തയ്യാറായപ്പോൾ, ഞാൻ ഇങ്ങനെ പറയാം, ദൈവത്തിന്റെ ആത്മാവ് തലമുറയുടെ മേൽ ഇറങ്ങാൻ തുടങ്ങി. എന്നോട് ചേർന്ന് സ്തോത്രം തുടങ്ങിക്കേ. കുടുംബമായി ദൈവസന്നിധി നിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ, പ്രശ്നങ്ങളുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ കുടുംബമായി കുഞ്ഞുങ്ങളോട് ചേർന്ന് ദൈവസന്നിധിയിലേക്ക് കയറി നിൽക്കാൻ ഒരു സമൂഹം തയ്യാറുണ്ടെങ്കിൽ, തലമുറയുടെ മേൽ, കൊച്ചുമക്കളുടെ മേൽ ദൈവാത്മാവിനെ പകരുവാൻ ദൈവത്തിന് സംഗതിയുണ്ട്, ഇഷ്ടമുണ്ട്. Amen. So if you stand before the Lord with your family as yourself, then the Spirit of the Lord will come upon us and solve our problems. അവിടെ വായിക്കുന്ന 14ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, അവർ ആ സഭാമത്ത് നിൽക്കുമ്പോൾ ആ പാട്ട് ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പാട്ടുകാരനാകുന്ന ആസാഫിന്റെ തലമുറയിൽ ഒരു കൊച്ചുമോൻ എന്നങ്ങ് പറയാം, ഒരു കൊച്ചുമോന്റെ മേൽ എന്ത് ചെയ്തു? ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു. So in verse 14 we read, then the Spirit of the Lord came upon Jehaziel the son of Zechariah. ദൈവസന്നിധിയിൽ നിൽക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? Are you ready to stand before the presence of God? ദൈവസന്നിധിയിൽ നിൽക്കാൻ നിങ്ങൾ തയ്യാറാണോ? Are you ready to stand before the presence of God? ദൈവസന്നിധിയിൽ നമ്മുടെ കാര്യങ്ങൾ കൊണ്ടുപോയാൽ നമ്മൾ തയ്യാറുണ്ടെങ്കിൽ, നമ്മുടെ തലമുറയുടെ മേൽ, നമ്മുടെ സഭയുടെ മേൽ, നമ്മുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ പകർന്ന് കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുക ദൈവത്തിന്റെ കാലം ചലിക്കുമെന്ന് ഞാൻ പറഞ്ഞ എത്ര പേര് പറയും. Hallelujah. So if you stand before the presence of God, the hand of God will എന്റെ കൂടെ ചേർന്ന് അല്പസമയം കർത്താവിനെ ആരാധിച്ച്, അല്പസമയം കർത്താവിന് സ്തോത്രം ചെയ്ത്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആരാധനാലയത്തിൽ കൊണ്ടുവന്ന് കാര്യങ്ങൾ ദൈവത്തോട് പറയാ തയ്യാറുണ്ടെങ്കിൽ ദൈവം കാര്യങ്ങളെ തീർപ്പ് കൽപ്പിക്കും. Hallelujah. Amen. 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 Hallelujah. Amen.
എന്താ ചില മിനിറ്റുകൾക്ക് മുമ്പ് ഈ ഭക്തൻ പറഞ്ഞ, കർത്താവേ എനിക്ക് അറിയില്ല എന്തോ ചെയ്യണമെന്ന്. A couple of verses back, the Jehoshaphat says, I do not know what to do. എനിക്ക് ഇതിനോട് എതിർക്കാൻ ശക്തിയുമില്ല. And he also says, I do not have the power to battle with these enemies. നമ്മുടെയൊക്കെ ഭാഷയെ പറഞ്ഞ നമ്മ കർത്താവേ ഞങ്ങളുടെ പണമില്ല. And in our language, we say we do not have the money. കർത്താവേ ഞങ്ങൾക്ക് വിദ്യാഭ്യാസം വേണ്ടതില്ല. We do not have the education. ഞങ്ങൾക്ക് പോയി ടോക്ക് ചെയ്യാൻ ആൾക്കാരില്ല. We do not have the people to go and talk. ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നു. And our problems are increasing. എന്താണെന്ന് അറിയത്തില്ല കർത്താവേ. We do not know what to do. പക്ഷേ നിനക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. But I will teach you നിനക്ക് something ചെയ്യാൻ that you പറ്റുന്ന ഒരു know. കാര്യം ഞാൻ പറഞ്ഞു തരാം. I will let you know what you നിനക്ക് can do. ഗവർണർമാരെ പിടുത്തമില്ലായിരിക്കാം. You do not maybe നിനക്ക് know മന്ത്രിമാരെ പിടുത്തമില്ലായിരിക്കാം. You may not know ministers. പക്ഷേ നിനക്ക് പിടുത്തമുള്ളൊരു സ്ഥലമുണ്ട്. But you നിന്നെ have a place. നിന്നെ സ്നേഹിച്ച ദൈവത്തിന്റെ പാദപീഠം. Amen. You know the Lord that can battle and fight for you. ഹല്ലേലൂയ. Amen. വളരെ പ്രഭാതത്തിൽ എൻ്റെ പിതാവ് പ്രാർത്ഥിക്കാൻ എടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. So I have seen my father praying out loud like this. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ കർത്താവേ ഇച്ചിരി കൂടെ ഏളി, ഇപ്പോൾ എഴുന്നേൽക്കുന്നതിനേക്കാൾ ഇച്ചിരി ഏളി എഴുന്നേൽക്കാൻ ഒരു കൃപ എനിക്ക് തരണേ എന്ന് പറയാറുണ്ട്. So many a times I have asked the Lord, give me grace to rise up a little earlier than I actually do ഞാനൊരു right now. ടിപ്പ് നിങ്ങളോട് പറയാം. ഞാനൊരു കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളൊക്കെ പ്രായമുള്ളവരൊക്കെ ചെയ്യുന്നവരാണത്. എങ്കിൽ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം. മക്കളെ, ഏർലി മോർണിംഗ് എഴുന്നേറ്റ് സ്തോത്രം ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് വേഗത്തിൽ വിടുതൽ കിട്ടും. So there is a tip that I want to share. If you rise up early morning and pray to God, those requests that you put before Him will be answered. ഞാൻ നിങ്ങളോട് പറയാം, ശ്രദ്ധിക്കേക്കണമേ. ഞാൻ നിങ്ങളോട് ഒരു ഉപദേശം പറയാം. നിങ്ങൾക്കറിയാം, നിങ്ങൾ ലേറ്റായിട്ട് പഠിച്ച് കിടക്കുന്നവരാണ്. ചിലരൊക്കെ സ്വത്രം പറഞ്ഞുകൊണ്ട് കുഞ്ഞിരിക്കുന്നു. ലേറ്റായിട്ട് പഠിച്ച് കിടക്കുന്നവരാണ്. 1 മണിക്ക് കിടന്നിട്ട് 12 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നുണ്ട്. രാവിലെ 12 മണിക്കൊക്കെയാണ് ചിലർ എഴുന്നേൽക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ നേരത്തെ എന്തോ ഇംഗ്ലീഷിൽ പോലെ early bird, yeah. And Early to bed. അങ്ങനെ അത് നിങ്ങളൊന്ന് പഠിച്ചോണം കേട്ടോ. എന്ന് പറഞ്ഞാൽ നേരത്തെ കിടക്കുക, Early to bed and early to rise. എന്നിട്ട് നേരത്തെ എണീറ്റ് പ്രാർത്ഥിക്കാൻ തരണം. ഏർലി മോർണിംഗ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അപ്പച്ചന്മാരെ പറഞ്ഞാൽ തിയോളജിക്കൽ എനിക്കിങ്ങനെ അറിയത്തില്ല. അപ്പച്ചന്മാർ രാവിലെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ശീഘ്രം കർത്താവിലേക്ക് ചേരുമെന്നാണ് പറയുന്നത്. സ്വത്രം. പിശാചിൻ്റെ മണ്ഡലങ്ങളൊക്കെ എഴുന്നേൽക്കുന്നതിന് മുമ്പേ നമുക്ക് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കരത്തിൽ കൊടുക്കാൻ തയ്യാറായാലുണ്ടല്ലോ. ഇന്ന് രാവിലെ ഞാൻ പറയാം, നമ്മുടെയൊക്കെ നാട്ടിൽ ഹിന്ദുക്കളുടെ അമ്പലങ്ങളിൽ വളരെ പ്രഭാതത്തിൽ പാട്ട് തുടങ്ങുന്ന കണ്ടിട്ടില്ലേ? ഞങ്ങളുടെ അപ്പ പണ്ട് പറയാറുണ്ട്, അവരെ പാട്ട് തുടങ്ങുന്നതിന് നമ്മുടെ പ്രാർത്ഥന തുടങ്ങണം. ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ പറയാ, ദൈവസന്നിധിയിൽ കയറി നീക്കാൻ ചില ദൈവമക്കൾ തയ്യാറുണ്ടെങ്കിൽ കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കുക ദൈവത്തിന് ഇന്ന് രാത്രി കഴിയും. ആത്മാവിൽ സ്തോത്രം ചെയ്യാൻ തയ്യാറാകട്ടെ. യൗവനക്കാരൻ, നിങ്ങൾ ആത്മാവിൽ സ്തോത്രം ചെയ്യുക. വളരെ ഏർലി മോർണിംഗ് എഴുന്നേറ്റ് ദൈവത്തോടൊന്ന് കരയാ. നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ കാര്യങ്ങളെ തീർപ്പ് കൽപ്പിക്കാൻ ദൈവത്തിന് കഴിയും. Hallelujah. So if you rise up early morning and pray to God, then God will work for you in the matters that you pray to Him for. എന്താണ് ഇവിടെ ചെയ്തത്? ഈ മനുഷ്യൻ എഴുന്നേറ്റ് ഇവർ സഭയായി അല്ലെങ്കിൽ സമൂഹമായിട്ട് ദൈവസന്നിധിയിൽ വന്നു നിന്നു. So all of the society in Judah, they came before the Lord. നിങ്ങൾക്ക് ആ സംഭവം അറിയാം. And you know that what happened. പതിയിരിപ്പുകാരെ വരുത്തി ദൈവം കാര്യങ്ങൾ യുദ്ധം കർത്താവ് അങ്ങ് ഏറ്റെടുത്തു. And God took the battle upon Himself. അച്ഛാ, നമ്മളെന്തോ പറഞ്ഞു, നമുക്ക് ശക്തിയില്ലെന്നല്ലേ? And we said that we do not have the power to battle. ശക്തിയുള്ള ഒരുവൻ നമ്മുടെ കൂടെ ഉണ്ടെന്നേ. But we have someone who has the power to battle for us. ശക്തി ഉള്ളവന്റെ അരികെ വന്ന് കാര്യം പറയാൻ തയ്യാറായാൽ അവന്റെ ശക്തിയെ നമുക്ക് വേണ്ടി ഇറക്കും. If we can talk to the person who has the power to fight, നിയമങ്ങൾ നമുക്ക് വിരോധമാകട്ടെ, പ്രവചനങ്ങൾ പലരും പലതും പറയട്ടെ, പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ശക്തി ഉള്ളവരരികെ കാര്യം പറ. Amen. So we have to keep before the person who has the power to battle for us all of our requests. ദൈവസന്നിധിയിൽ നിൽക്കുന്നവന് അധികാരമുണ്ടെന്നേ. Those who stand before the Lord have power. ദൈവസന്നിധിയിൽ നിൽക്കുന്നവന് ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു, ദൈവസന്നിധിയിൽ നിൽക്കുക. So the first point was stand before the Lord. 2, ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു ഭക്തന്റെ കരത്തിലാണ് അധികാരം. So when you stand before the Lord has authority and power. സ്തോത്രം. എല്ലാം മറന്ന് ഞാൻ പറയുന്ന ഈ ദൂതം ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ മാവിൽ അധികാരം ദൈവം നൽകിയിട്ടുണ്ട്, നമ്മുടെ കരത്തിൽ അധികാരം നൽകിയിട്ടുണ്ട്, നമ്മുടെ മേൽ പകർന്ന അഭിഷേകത്തിന് അധികാരമുള്ളതാ. ദൈവസന്നിധിയിൽ കരയുന്ന ദൈവത്തിന്റെ പൈതലിന് അധികാരമുണ്ടെന്ന്. Those who cry before the presence of the Lord have the power and the authority. ലൂക്കോസ് 1:19 വാക്യമാണെന്ന് തോന്നുന്നു. ലൂക്കോസ് 1:19 ദൂതൻ പറയുന്ന ഒരു പദം, ഹെബ്രിയൻ ദൂതൻ പറയുന്ന ഒരു പദമുണ്ട്. So in Luke chapter 1 verses 19,
നിങ്ങൾ ആ ഭാഗം ഒന്ന് എടുത്ത് ഞാനത് എടുക്കാം. Chapter 1 verse 19. And the angel answered and said to him, I am Gabriel, who stands in the presence of God, and was sent to speak to you and bring these glad tidings. ദൂതൻ അവനോട്, ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന, ശ്രദ്ധിക്കുക, എൻ്റെ ബാക്ക്ഗ്രൗണ്ടോട് പറയാം, നിങ്ങൾക്കറിയാം. കുറേ മതി പപ്പ, താങ്ക് യു. കുറേ വർഷമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു ഭക്തനാണ് ശെക്കറിയാവും, പറ, എലിസബത്തും. So there was a certain priest named Zacharias who was working the work of the Lord with his wife Elizabeth. അവര് ഇത്രയും വർഷം ഒരു വിഷയത്തിന് പ്രാർത്ഥിക്കുകയായിരുന്നു. And they were praying for a certain thing for many years. പ്രാർത്ഥനയുടെ മറുപടിയുമായി ദൂതൻ ഇറങ്ങി വന്നു. And for their answer to the prayer was through an angel. ഏജ് ഒത്തിരി മുന്നോട്ട് പോയതുകൊണ്ടും പ്രാർത്ഥനാ വിഷയത്തിന്റെ മറുപടി പ്രതീക്ഷിച്ച കാലം കഴിഞ്ഞതുകൊണ്ടും താൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? So since they were well advanced in years and their prayer request was not something that would typically happen when you are advanced in years, they were saying, how shall this thing happen? പ്രാർത്ഥനയുടെ മറുപടി പ്രതീക്ഷിച്ച കാലം കഴിഞ്ഞു. And the timeline for their answer to their prayers was over. നമ്മൾ പ്രാർത്ഥിച്ച വിഷയത്തിന് പെട്ടെന്ന് മറുപടി വന്നില്ലെങ്കിലും ദൈവത്തിന് സമയമുണ്ട് അതിന്. Even if you do not receive the answer to your prayer soon, God has his own timeline. നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്ന ഇന്ന് മറുപടി വേണമെന്ന്, പക്ഷേ ദൈവം നിനക്ക് തരാൻ പോകുന്നത് ഒരു വലിയ കാര്യമായതുകൊണ്ട് ചിലപ്പോൾ ലേറ്റായെന്നിരിക്കാം. Many a times we expect the answer today, but since God wants to give you great things, the timeline may be delayed a little bit. നമ്മുടെ കർത്താവിന് വഴിയൊരുക്കുവാൻ യോഹന്നാനിയെ നിനക്ക് തരാൻ ദൈവം ആഗ്രഹിച്ചതുകൊണ്ട് ആ കാലം വരെ ദൈവം നിന്നെ നിർത്തി എന്നുള്ളത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകണം. Since John was the one who prepared the way of the Lord Jesus Christ, and this was a huge miracle, they had to wait longer to receive the answer to their prayers. അപ്പോൾ ഈ കാലമൊക്കെ കഴിഞ്ഞു ശരീരത്തിന്റെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലായപ്പോൾ താനോ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? Since they were well advanced in years and they were bodily weak, they were saying, how can this happen? നമുക്കും പലപ്പോഴും നമ്മൾ ചോദിക്കും ചോദ്യമല്ലേ, നമ്മളാരും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. എത്രയോ വട്ടം നമ്മൾ ചോദിച്ചു കർത്താവോട്, ഇതൊന്നും സംഭവിക്കത്തില്ല. Many a times we have thought to ourselves, all of these things that I'm asking for will not happen. നടക്കാൻ ഒരു സാധ്യതയില്ല. And there is no possibility for it to happen. പക്ഷേ ദൈവത്താൽ സകലവും സാധ്യം. But with God all things are possible. സഹോദരങ്ങളെ ഉയർത്തിയേക്കണം, ദൈവത്താൽ സകലവും സാധ്യം. With God all things are possible. ദൈവത്താൽ സകലവും സാധ്യം. With God all things are possible. ദൈവത്താൽ സകലവും സാധ്യം. With God all things are possible. റമാന സാന്താന, ദൈവത്താൽ സകലവും സാധ്യം. Amen. With God all things are possible. ദൈവത്താൽ സകലവും സാധ്യം. യേശുവിന്റെ നാമത്തിൽ എത്ര പഴക്കമുള്ള വിഷയമാണെങ്കിലും നടക്കില്ലെന്ന് ആരൊക്കെ പറഞ്ഞാലും പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, ഞാൻ സകലയിടത്തിന് യഹോവയാകുന്നു, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? Amen. The Bible says, is there anything that I cannot do? For with God all things are possible. ദൈവത്താൽ സകലവും സാധ്യം. All things are possible with God. രാത്രി ഹോളിനകത്തുകൊണ്ട് പുൽപ്പിറ്റുന്നുകൊണ്ട് ആത്മാവ് ഞാൻ ഉരുവിടുന്നു, എന്റെ ദൈവത്താൽ സകലവും സാധ്യം. എതിരെ നിൽക്കുന്ന സകല ആരവങ്ങളെയും സകല പോരുകളെയും നാസറേനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ജയിച്ചെടുക്കുകയാ. എന്റെ യേശുവിന് സകലവും സാധ്യം. With my God all things are possible. We are going to conquer everything that is against us through the power of God. അപ്പോൾ ആ ക്വസ്റ്റ്യന് മറുപടിയായിട്ടാണ് ഹെബ്രിയയിൽ ചോദിക്കുന്നത്. ഹെബ്രിയർ പറയാണ്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നവനാ. So response to their prayers was through the angel Gabriel, who says, I stand in the presence of God. അതിന്റെ അർത്ഥം, and the meaning of that is, ഒന്ന്, ഞാൻ തമാശ പറയാൻ വന്നവനല്ല. First, I am not going to tease you with my responses. ഞാൻ എവിടുന്നാ വരുന്നത് എനിക്ക് നല്ല ഉത്തരവാദിത്തമുണ്ട്, ബോധമുണ്ട്. And I am conscious of where I am coming from. എന്നോട് ദൂത് പറഞ്ഞ് ആരാണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. And I know who sent me to deliver this message to you. പക്ഷേ ഈ അധികാരമുള്ള ഒരു അടുത്തൊരു വാക്കുകൂടെ പ്രസക്തിക്കണേ. And there is another thing which he says, the angel says. എന്താ ഈ എബ്രിയയിൽ പറഞ്ഞ അടുത്ത വാക്യം? And what does Gabriel say? നീ വായിച്ചോ, നീ വിശ്വസിക്കാഞ്ഞതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? യഹോവയായ ദൈവം എബ്രിയോട് പറഞ്ഞു വിടുകയാണ്, നീ പറയുമ്പം അവൻ വിശ്വസിക്കത്തില്ല. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതുകൊണ്ട് ആ സമയത്ത് നീ പറയണം. എന്താ പറയണം? മിണ്ടരുന്ന് പറയണം. ഇനി നീ മിണ്ടത്തില്ലെന്ന് പറയണം എന്ന് കർത്താവ് പറഞ്ഞു വിട്ടാണെന്ന് വിശ്വസിക്കുന്നോ നിങ്ങൾ? Do you believe that
God sent Gabriel till they were unbelieving that this miracle would not happen. എന്നാൽ ദൈവസ്ഥൻ നിൽക്കുന്ന ഹെബ്രിയലിനെ സംബന്ധിച്ച്, ദൈവസ്ഥൻ നിൽക്കുന്ന വ്യക്തി, ഹെബ്രിയലോടെ നിൽക്കട്ടെ, ദൂതോടെ നിൽക്കട്ടെ, ദൈവസ്ഥൻ നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ നാവിന് അധികാരമുണ്ട്. But those who stand in the presence of God, just like the angel Gabriel, they have the authority. പറഞ്ഞാൽ സംഭവിക്കും. And whatever they say with their tongues, it അത് will happen. പറഞ്ഞാൽ സംഭവിക്കും. ഞാൻ ആത്മാവിൽ ശുശ്രൂഷിക്കുന്നു, അത് പറഞ്ഞാൽ സംഭവിക്കും. And whatever you say will ദൈവത്തിന്റെ happen. വചനം പറയുന്നു, The Bible says, ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗ്ഗത്തിൽ കെട്ടും. whatever you bind on the earth shall be bound in heaven. നീ ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗ്ഗത്തിൽ അഴിയപ്പെടും. Whatever you loose on earth shall be loosed നമ്മുടെ in മേൽ heaven. പകർന്ന അഭിഷേകത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞിട്ട് പ്രാർത്ഥനാ മുറിയിൽ നിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ, പ്രാർത്ഥനാ മുറിയിൽ നിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ദൈവത്തോട് സംസാരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ഒരു കർത്താവ് നിൽക്കുന്ന സ്റ്റാൻഡേർഡ് ആകാൻ തയ്യാറുണ്ടെങ്കിൽ, നിന്റെ നാവിൽ ദൈവം അധികാരം തരും. If you are ready to acknowledge your anointing and stand before the presence of God, then God will give you authority over what you speak. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന, അബ്രഹാമിനെ കുറിച്ച് 18-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യം, In Genesis chapter 18 verse 22, അതേ പദം അവിടെ കാണാം. എന്താ പറയുന്നത്? അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. അബ്രഹാമോ then the men turned away from there and went towards Sodom, but Abraham still stood before the Lord. he stood yet before the Lord. But Abraham still stood before the Lord. എന്തിനാ അവിടെ നിൽക്കുന്നേ പുള്ളി? And why is Abraham standing there? എന്തിനാ നിൽക്കുന്നേ? കുഞ്ഞുങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചേ, എന്തിനാ നിൽക്കുന്നേ? നിർത്താം. എന്തിനാ നിൽക്കുന്നേ? 3 ദൂതന്മാരെന്ന എബ്രായ ലേഖനത്തിലെ ഭാഷയിൽ 3 ദൂതന്മാർ അല്ലേ? എബ്രായ ലേഖനത്തിൽ പറയുന്നു ദൂതന്മാരെന്നറിയാതെ സൂക്ഷിച്ചു. അപ്പം ദൂതന്മാരാ, ദൈവമായിരിക്കും. നമ്മൾ പിതാപുത്ര പരിശുദ്ധാത്മാവൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. എന്തോ ആയിക്കോട്ടെ, 3 പുരുഷന്മാർ വന്ന് കാര്യം പറഞ്ഞു. എന്തിനാ വന്നത്? അബ്രഹാമിൻ്റെ ഒരിക്കൽ നിനക്കൊരു കുഞ്ഞുണ്ടാകും. അബ്രഹാം അങ്ങോട്ട് പറഞ്ഞു, എന്തോ അറിയാം, നിങ്ങൾ ഫുഡ് കഴിക്കാമല്ലോ വന്നെന്ന് ചോദിച്ചത്. So the 3 angels were with Abraham to deliver the good news, but Abraham responded saying, you are here to be well fed by me. അബ്രഹാം അങ്ങോട്ട് കുറച്ച് ചോദിച്ചാൽ എന്താ അറിയാം, നിങ്ങൾ ഇതിനായിട്ടല്ലോ വന്നത്? ഏതിനായിട്ടാ? ചാപ്പാട് കഴിക്കാമല്ലോ വന്നെന്ന് ചോദിച്ചു. So Abraham responded saying, did you not come here to eat? പോകാൻ നേരം വർഷങ്ങൾ കാത്തിരുന്ന പ്രാർത്ഥനയുടെ മറുപടി ഈ അബ്രഹാമിനോട് ഈ ദൂതന്മാർ പറഞ്ഞു. So the angels delivered the message to Abraham for what he was praying for many years. സന്തോഷം, പ്രാർത്ഥന മറുപടിയായി. And Abraham was happy when he heard the message. പക്ഷെ പോകാൻ നേരം ഒരു കാര്യം ഇവിടെ പറയാന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ട് പോയി. And before they left, Abraham had to tell them one more thing. ആ കാര്യം എന്തുവാ? സോദോമിന്റെ വിഷയമാണ്. And it was the matter of Sodom. നീണ്ട 25 വർഷം കാത്തിരുന്ന വിഷയത്തിന് മറുപടി കിട്ടിയ ദിവസമായതുകൊണ്ട് ഞാനാണെങ്കിൽ ആഹ്ലാദിച്ചാൻ അവിടെ കിടന്നുണ്ട്. So if it were me, I would have been very happy and content with the response that I got from the angels for my prayer for more than 25 years. ആഹ്ലാദം വന്നില്ല. But he was not content. Abraham was not content. പ്രാർത്ഥന മറുപടി കേട്ടപ്പോൾ സന്തോഷമുണ്ടെങ്കിലും മറ്റൊരു വാർത്ത തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. Even though he received his promise and the answer to his prayers, another thing was bothering him. അത് തന്റെ കൂടപ്പുറപ്പ് കിടക്കുന്ന പട്ടണത്തോട് ദൈവത്തിന്റെ കരം വരുന്നത് കേട്ടപ്പോഴാ. And that was because the hand of God was against Sodom, where his relative was. ദൈവസ്ഥൻ നിന്നു. And he was before the presence of God. ദൈവസ്ഥനിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ആ അടുത്ത പദങ്ങൾ ഞാൻ പറയാൻ പോകുന്ന 3-ാമത്തെ പോയിന്റ്, ദൈവസ്ഥൻ നിൽക്കുന്നവന് ദൈവവുമായി ഒരു ഇന്റിമസി റിലേഷൻഷിപ്പ് ഉണ്ട്. And those who stand before the presence of God have an intimate relationship with God. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ നിങ്ങൾ? Amen. ദൈവസ്ഥൻ നിൽക്കുക, stand before the presence of God. ദൈവസ്ഥൻ നിൽക്കുന്നവന് അധികാരമുണ്ട്. They have the authority when they stand before the presence of God. നിൽക്കുന്നവന് ദൈവവുമായി ഒരു ഇന്റിമസി ഉണ്ട്. And people have intimacy and relationship when they are before the presence of God. എന്താ ഇന്റിമസി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ കാര്യം എന്താണെന്നറിയാമോ? And why do I say that we have intimacy? അവിടെ നിന്നുകൊണ്ട് ദൈവത്തോട് ഈ പുള്ളി എന്ത് ചെയ്യുക? ബാർഗെയിൻ എന്നൊക്കെ പറഞ്ഞ കറക്റ്റാണോ? ലേലം വിളിക്കുന്നത് പോലെ അല്ലേ? നമ്മളെങ്ങാണാവുന്നെങ്കിൽ പറയും, നമ്മുടെ അടുത്ത സുഹൃത്തിനോടാണെങ്കിലും നമ്മൾ ഒരു കാര്യം 1, 2, 3 വട്ടം കഴിയും നമുക്കെന്നൊരു ഒരു വല്ലായ്മ തോന്നി. ഇനി എങ്ങനെ പറയുന്നത്? 3 വട്ടം പറഞ്ഞിട്ട് ആ പുള്ളി കാശ് വന്നില്ല, പിന്നെ നമ്മളെങ്ങനെ പറയുന്നത് എന്നൊക്കെ പറയുന്നത് പോലെ എന്നാൽ കൂടുതൽ അടുപ്പം ഉണ്ടെങ്കിലോ, ഒത്തിരി കൂടെ അടുപ്പം ഉണ്ടെങ്കിൽ 10 വട്ടോ 5 വട്ടോ 10 വട്ടോ ഒരു നാണവും ഇല്ല നമ്മൾ എൻ്റെ പിള്ളേ താപിള്ളേ എന്നൊക്കെ പറയുന്നത് പോലെയാണ്. അബ്രഹാം ദൈവത്തോട് പറയുകയാണ്, 50 പേര് ആ പട്ടണത്തിലുണ്ടെങ്കിൽ, 40 ഉണ്ടെങ്കിൽ,
30 ഉണ്ടെങ്കിൽ 20 ഉണ്ടെങ്കിൽ പിന്നെ പറഞ്ഞു ക്ഷമിക്കണേ, എന്നെ ഉപദ്രവിക്കില്ലേ. സഹോദരങ്ങളെ, ദൈവസന്നിധി നിൽക്കുന്നവന് ദൈവത്തോട് ഇൻറ്റിമസിയുണ്ട്. So just like we read in this passage where Abraham had multiple bargains with the Lord, where he said if you could find 50, 40, 30, 20 or 10 in the land of Sodom, to spare the land of Sodom, just like that, as an example, when we are in the presence of God, Amen. we have intimate relationship with God. നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് കർത്താവുമായിട്ട് വേണോ? Do you want that relationship with God? അതോ വെറുതെ വന്ന് നമ്മൾ കർത്താവന്മാർ ഒരു രാത്രി പ്രാർത്ഥന, പപ്പ വഴക്ക് പറയുന്നുണ്ട്, അല്ലെങ്കിൽ മമ്മി വഴക്ക് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ വൈഫ് പറയുന്നുണ്ട് ഒരു പ്രാർത്ഥന, പിന്നെ പള്ളി നമുക്ക് സമുദായക്കാരെ പോലെ ഇപ്പോൾ സൺഡേ മാത്രം വരുന്നൊരു പള്ളി കല്യാണവും ഒക്കെ നടത്തണമല്ലോ. ഇങ്ങനെ ഒരു ബന്ധമാണോ ദൈവമക്കളെ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? അങ്ങനെയല്ല, അങ്ങനെ ആകരുത് പ്ലീസ്, അങ്ങനെ ആകരുത്. അതിനേക്കാൾ അപ്പുറമായിട്ട് ആരും കാണാത്ത ദൈവവുമായിട്ട് ഒറ്റയ്ക്കിരിക്കുന്ന ചില മിനിറ്റുകൾ, ചില മണിക്കൂറുകൾ നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇന്ന് രാത്രി ഞാൻ അതിനെ എൻകറേജ് ചെയ്യുക കേട്ടോ. ദൈവമക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എൻ്റെ ഭാഷ മനസ്സിലാകുന്നല്ലോ. പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചക്രത്തിൽ മുന്നോട്ടോടുമ്പോൾ അത് ടീനേജിലേക്ക് വരാം, യൂത്തിലേക്ക് വരാം, നിങ്ങൾ വിവാഹം കഴിക്കും, അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളാകും. മുന്നോട്ടുള്ള യാത്രയിൽ ദൈവിക നന്മ പ്രാപിച്ചെടുക്കാൻ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരിക. ആരും കാണാതെ ദൈവം ഭാഗം നിൽക്കുന്ന ഒരു സമയം നിങ്ങൾക്കുണ്ടാകണം. So you have to have an intimate time with the presence with the Lord, in His presence, and you have to make sure that it's a practice and you spend your own time with God and not rather follow customary traditions. ദൈവസന്നിധിയിൽ നിൽക്കുക, ദൈവസന്നിധിയിൽ നിൽക്കുന്നവരായി തീരുക നമ്മൾ. And we have to transform ourselves to be people who stand before the presence of God. 2 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൽ ഇസ്കിയാവ് എന്ന് പറയുന്ന, ഞാൻ കഴിഞ്ഞ പാസ്റ്റിംഗ് പറഞ്ഞ ഇസ്കിയാവിൻ്റെ ചരിത്രം നിങ്ങളെ പഠിപ്പിച്ചിരുന്നു. In 2 Kings chapter 19, അതിൻ്റെ 14 ഇസ്കിയാവ് ചെയ്തൊരു കാര്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. in 2 Kings chapter 19 and verse 14, ഞാനും കൂടെ ആ ഭാഗം എടുക്കാൻ ആഗ്രഹിക്കുക. 2 രാജാക്കന്മാർ 19 തുറന്നു വയ്ക്കുക, 19-ാം അധ്യായം. And Hezekiah received the letter from the hand of the messengers and read it, and Hezekiah went up to the house of the Lord and spread it before the Lord. ഇസ്കിയാവ്, കഴിഞ്ഞ മാസം ഞാൻ പറഞ്ഞതുപോലെ, ഇസ്കിയാവ് ആ യഹൂദന്മാർ കണ്ടതിൽ ഏറ്റവും നല്ല ഒരു രാജാവായിരുന്നു. And King Hezekiah was one of the very good kings of the tribe of Judah. ഇസ്കിയാവ് ഒത്തിരി കാര്യം കർത്താവിന് വേണ്ടി ചെയ്തു. And Hezekiah did a lot of things for the Lord. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഒരു 7 കാര്യം ഞാൻ ഓർപ്പിച്ചു. അവർ ആരാധന പുനഃസ്ഥാപിച്ചു, യാഗം പുനഃസ്ഥാപിച്ചു, കാര്യങ്ങളെല്ലാം പല കാര്യം ചെയ്തു വരുന്ന കാര്യങ്ങൾ ദിനവൃത്താന്ത പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്, ഈ രാജാക്കന്മാർ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. And we know about the very many things that King Hezekiah did for the Lord by gathering the fellowship and also the sacrifices to the Lord. പക്ഷേ എല്ലാ കാര്യങ്ങളും ക്ലിയറായി വന്നു നിൽക്കുമ്പോൾ 19-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 19:3. ഇപ്പൊ സിറ്റുവേഷൻ എന്താ? ഇസ്കിയാവിന്റെ സിറ്റുവേഷൻ. So what was the situation of Hezekiah? ഒത്തിരി കാര്യം കർത്താവിന് വേണ്ടി ചെയ്തു, നല്ല കർത്താവിന്റെ അപ്രിസിയേഷനെ കിട്ടി, കർത്താവ് കൂടെ നിൽക്കുന്നതാണ്. കഴിഞ്ഞ ചാപ്റ്ററുകളൊക്കെ നമ്മൾ വായിക്കും, നമ്മൾ കഴിഞ്ഞ മാസം ചിന്തിച്ചതാ. And we know how he got the appreciation from God and how he was standing with the Lord in the works of the Lord. എന്നാൽ ഇപ്പൊ തന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ വരിയിൽ നിന്നാണ് നമ്മളൊരു പാട്ട് പാടുന്നത്. കഷ്ടവും എന്ന് പറഞ്ഞ നമ്മുടെ എന്തുവാ, സ്തുതിഗീതം പാടുക നീ മനമേ എന്നാണ് തോന്നുന്നു പാട്ടിന്, മനമേ, ആ പാട്ടിൻ്റെ ഒരു വരിയാണത്. അപ്പം കഷ്ടവും ശാസനയും, ഈ പുള്ളിയുടെ സിറ്റുവേഷൻ പറയുകയാണ്, കഷ്ടവും ശാസനയും നിന്നയും. അത് കഴിഞ്ഞ് പദം ഒരു മെറ്റാഫോഴ്സ് പദം കൊടുക്കാൻ എന്തറിയോ, പ്രസവിക്കാറായി, കുഞ്ഞിനെ ജനിപ്പിക്കാൻ സമയമായി, പക്ഷേ പ്രസവിക്കാൻ എന്തില്ല, ശക്തിയില്ല. And in this verse we read, it's the day of trouble for him, rebuke, blasphemy, for the children have come to birth, but there is no strength to bring them forth. ഇത് അശൂർ പാളയത്തിൽ അശൂർ രാജാവ് ഒരു ദൂതനെ അയച്ച്, റബ്ശാഖ എന്ന് പറയുന്ന ദൂതനെ അയച്ച് കാര്യം പറയുകയാണ്. എന്തോ കാര്യം പറയുന്നറിയാമോ മക്കളെ? അന്നത്തെ പേരുകെട്ട എല്ലാ രാജാക്കന്മാരെയും ഈ അശൂർ എന്ത് ചെയ്തു? പരാജയപ്പെടുത്തിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവർ ഈ ദൂതനെ വിട്ട് പറയും, നിങ്ങൾ ആരെ ആശ്രയിക്കുന്നേ, നിങ്ങൾ എന്തിനെ ആശ്രയിക്കുന്നേ, ആശ്രയിക്കുന്ന ദൈവം നിങ്ങളെ ചതിക്കും. അങ്ങനെ വാക്യം കൊടുത്തിട്ടുണ്ട് ഇവിടെ. In verse 4 we read, it may be that the Lord will hear all the words of Rabshakeh the messenger, whom his master the king of Syria has sent to reproach the living God,
and will rebuke the words of which the Lord your God ആറാം heard. വാക്യം വായിക്കണം, പിന്നെ 10-ാം വാക്യം. ആറാമത്തെ വാക്യം വായിച്ചേ. നിങ്ങൾ ആ ആരെ നിന്ദിച്ചെന്നാ പറഞ്ഞേ? King of Assyria. യെശയ്യാവിൻ്റെ അരികെ ചെന്ന് കാര്യം പറഞ്ഞു പ്രാർത്ഥന മുറി ഇരുന്നപ്പോൾ അന്നത്തെ ദീർഘദർശിയാകുന്ന ദശയാവ് പറയുകയാണ്, കുഞ്ഞെ നിന്നെ നിന്ദിച്ച വാക്കുകളുണ്ടല്ലോ, ആരെ നിന്ദിച്ചതാ? ഉറക്ക വായിക്ക്. ആറാമത്തെ വാക്യം എന്ന് പറഞ്ഞാൽ ഈ ദൂത് വന്ന യെശയ്യാവിനോട് പറയുക, ഈ റബ്ശാക്ക വന്നു ദൂത് പറഞ്ഞപ്പോൾ ഇവർ പേടിച്ചിട്ട് ഹിസ്കിയാവ് യെശയ്യാവിൻ്റെ അടുക്ക് ആളെ അയച്ചു പറഞ്ഞു. നിങ്ങൾ മൊത്തം വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ആളെ അയച്ചു പറഞ്ഞിട്ട് പറഞ്ഞു, നമ്മുടെ രാജാവ് ഭാഗ അപമാനത്തിലാണ്, ഭയപ്പെട്ടിരിക്കുകയാണ്, ദൂത് വേണമെന്ന് പറഞ്ഞു. So when Rabshakeh the messenger came and delivered the message, King Hezekiah and his people were very scared, and they had a lot of rebuke from this message, and they delivered this message to Isaiah. അതിന് യെശയ്യാവ് പറയുന്ന പദങ്ങളാണ് ആറാമത്തെ വാക്യം. And Isaiah's response is in verse number 6. നിങ്ങൾ നിങ്ങളുടെ യജമാനെ ഹിസ്കിയാ രാജാവോട് പോയി പറയണം, Thus you shall say to your master, അശ്ശൂർ രാജാവിന്റെ ഭൃത്യന്മാർ എന്നെ നിന്ദിച്ചതായി നീ കേട്ടിരിക്കുന്ന ആ വാക്കുകൾ നിമിത്തം നീ എന്ത് ചെയ്യണ്ട? സ്വത്രം. do not be afraid of the words which you have heard, with which the servants of the king of Assyria have blasphemed me. ഹല്ലേലൂയ. Amen. ദൈവദാസന്മാർക്കെതിരെയും ദൈവസഭയ്ക്കെതിരെയും ആരെങ്കിലും ഉതകി എഴുന്നേറ്റ് വന്നാൽ അത് നിന്ദിക്കുന്നത് ആരെയാണെന്നറിയാമോ? അത് ശൗലിനോട് പറഞ്ഞ പദമാ. ദമസ്കോസിന്റെ പടിവാതിക്കൽ ശൗൽ വന്ന് വീഴുമ്പോൾ ശൗൽ ചോദിച്ചു, നീ ആരാ കർത്താവേ എന്ന് ചോദിച്ചപ്പോൾ, നീ ഉപദ്രവിക്കുന്ന യേശു. So we read here that if anyone persecutes or blasphemes against you or the minister of God, then they are blaspheming against God. And we see such a similar instance in the life of Saul when he asked Saul, who are you, Lord? And the Lord responded by saying, I am he who you have persecuted. ഹല്ലേലൂയ. Amen. അതൊന്നും കേട്ട് നമ്മൾ ഭയപ്പെടണ്ട കേട്ടോ. Let us not be ഞാൻ afraid. എൻ്റെ സഭയെ പണിയും, I will build my church. പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ലെന്ന് പറഞ്ഞ് പണി ആരംഭിച്ചെങ്കിൽ Amen. പണി തീർക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. And our God, ആ ദൈവത്തെ നമ്മൾ ഇന്ന് രാത്രി ആരാധിക്കുന്നതെങ്കിൽ കരമടിച്ച ദൈവത്തെ ഒരു നിമിഷം ആരാധിക്കാൻ കഴിയുമോ? കേട്ടെ. hallelujah. രണ്ടാമത് ഈ ദൂതൻ അല്ലെങ്കിൽ റബ്ശഖേ എന്ന് പറയുന്ന ദൂതൻ, രണ്ടാമത് ആ ദൂതന്റെ കയ്യിൽ ദൂത് കൊടുത്തു വിടുക, ലെറ്റർ കൊടുത്തു വിടുകയാണ്. And a second time, Rabshakeh came back with a message. അതിനകത്ത് ആ ലെറ്ററിനകത്ത് എഴുതി പറഞ്ഞു ശ്രദ്ധിക്കണം. 10-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. 10-ാമത്തെ വാക്യം വേഴ്സ് 10. പുള്ളി എഴുതിയേക്കുന്ന വാക്കാണ്, എന്തോ അറിയോ? നീ ആശ്രയിച്ച ദൈവം നിന്നെ ചതിക്കും. So in that letter it says, do not let your God in whom you trust deceive you. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മുടെ ദൈവം നമ്മളെ ചതിക്കുമെന്ന്? Do we think that God will deceive us? പ്രതികരിക്കുക വചനത്തോട്. No. നമ്മുടെ ദൈവം ചതിക്കുമോ നമ്മളെ? Will God deceive us? നമ്മുടെ ദൈവം ചതിക്കില്ല സഹോദര, നമ്മുടെ ദൈവം ചതിക്കില്ല. Our God does not deceive. ലോകം ചതിക്കും, The world will deceive us. കൂട്ടുകാർ ചതിക്കും, Your friends will deceive you. നന്മ അനുഭവിച്ച ചതിക്കും, And all those who have പക്ഷേ enjoyed the സ്വർഗ്ഗം blessings ചതിക്കില്ല. but heaven will not സ്വർഗ്ഗം deceive you. ചതിക്കില്ലെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? സ്വർഗ്ഗം ചതിക്കും. നാം ആശ്രയിക്കുന്ന നമ്മുടെ ദൈവം ചതിക്കത്തില്ല. The God in whom we trust, he will not deceive us. അശൂറിന് തോന്നി ഇവരെ ആശ്രയിക്കുന്ന ദൈവം ചതിക്കുമെന്ന്. The king of Assyria thought that the God of the Israelites will deceive them. എന്നിട്ട് പുള്ളി അവിടെയുള്ള കുറെ രാജാക്കന്മാർ പറയാം, നിനക്ക് ഇന്ന വർഷം ഭരിച്ച ആ രാജാവിനെ അറിയാമോ? അവനെ ഞാൻ തോപ്പിച്ചു. അടുത്ത വർഷം ഭരിച്ച രാജാവിനെ അറിയാമോ? അടുത്ത വാക്യത്തിലുണ്ട്, ഞാൻ തോപ്പിച്ചു. ഇന്ന് വരെ ഈ ചുറ്റുപാടുള്ള സകല രാജാക്കന്മാരെ ഞാൻ തോപ്പിച്ച് നിൽക്കുമ്പോൾ യഹൂദനെ ഞാൻ തോൽപ്പിക്കും. നിങ്ങൾ ആശ്രയിച്ചിരിക്കുന്ന ഈ ദൈവം നിങ്ങളെ ചതിക്കും. ഇതാണ് പുള്ളി എഴുതിയേക്കുന്ന ഈ ലെറ്റർ. So in the letter, the king of Assyria reminded Hezekiah and his people that he had defeated a lot of tribes and nations around him. Hallelujah. And the God that the people of Israel served will deceive you. 14 നമ്മുടെ ചിന്താ വിഷയം. And in chapter 19 verse 14 is what we should meditate Letter upon. And Hezekiah received the letter. ഈ ലെറ്റർ എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നറിയ പുള്ളി?
എവിടെ കൊണ്ട് തുറന്നെന്നറിയാമോ? അതിനകത്ത് റൂട്ട് ലാംഗ്വേജിൽ കൊടുത്തിങ്ങനെ ഒരു പദം അനുസരിച്ച് ഇങ്ങനെയാണ്, അവൻ ആലയത്തിൽ പോയി നിന്നു. And he stood before the presence of God. He spread the letter. ആ ലെറ്റർ അവൻ അവിടെ തുറന്നു വെച്ചു. And he spread the letter before the Lord. ഒരു ഭക്തൻ പറഞ്ഞ എങ്ങനെയാണ്, നിനക്ക് വേണമെങ്കിൽ വായിച്ചോ എന്ന് പറഞ്ഞ് കർത്താവിന് മുമ്പിൽ തുറന്നു വെച്ചു കൊടുത്തു. And Hezekiah opened the letter before the Lord for him to read. സഹോദരങ്ങളെ, ഇന്ന് രാത്രി കർത്താവിന്റെ മുമ്പിൽ നമുക്ക് പോയി കാര്യങ്ങൾ തുറന്നു പറയാം. And in today evening we can spread our matters before the God. പ്രസംഗയുടെ ആഴം ലെറ്ററിൽ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ലായിരിക്കാം. We cannot understand many things in the letter maybe. വായിക്കുമ്പോൾ നിനക്ക് ഭയം തോന്നുന്നുണ്ടായിരിക്കാം. And when you read the things in the letter you may be afraid. വെല്ലുവിളികൾ നിന്റെ കൈകളെ കാലുകളെ വിറപ്പിക്കുന്നുണ്ടായിരിക്കാം. And it may make you shiver with fear. പക്ഷേ ഇന്ന് രാത്രി ആ ലെറ്ററിനെ കൊണ്ട് കർത്താവിന് മുമ്പിൽ കൊണ്ട് സ്പ്രെഡ് ചെയ്യാൻ കഴിയുമുണ്ടോ? But do you tonight spread that letter, your problems before the Lord? ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് കാര്യങ്ങളെ തീർപ്പ് കൽപ്പിക്കുന്ന കർത്താവിന് മുമ്പിൽ കൊണ്ടുവന്ന് കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ദൈവം ആ വിഷയത്തിന് പരിഹാരം വരുത്തും. അശ്ശൂർ പാളയത്തിനകത്ത് ഒരൊറ്റ ദൂതനെ ചില മിനിറ്റുകൾ കൊണ്ടിറക്കി. ഇങ്ങനെ വായിക്കുന്ന അന്ന് രാത്രി ഒരു ദൂതനെ ഇറക്കി ദൈവം കാര്യങ്ങളെ തീർപ്പ് കൽപ്പിച്ചു. And we read in the following verses that God delivered the people of Assyria into the hands of the king of Hezekiah. Just like that, when we place our things before the presence of God, God will act upon in our life. ഞാൻ ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി സമർപ്പിക്കാൻ പോകുകയാണ്. And let us close our eyes and pray tonight. കർത്താവിന് മുമ്പിലെ കാര്യങ്ങളെ കൊടുത്തേ. കർത്താവിന് മുമ്പിലെ കാര്യങ്ങൾ, ആരും അറിയാത്ത നിങ്ങളുടെ വിഷയങ്ങളെ കർത്താവിന് മുമ്പിലേക്ക് കൊടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? കർത്താവിന് മുമ്പിലേക്ക് കൊടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ചിലരെ കർത്താവിന് വേണം. സ്റ്റാൻഡേഴ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ദൈവത്തിൽ നിൽക്കുന്നവരെ കർത്താവിന് വേണം. നിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിൻ്റെ കൂട്ടുകാരൻ താമസിക്കുന്ന സിറ്റിയെ നിൻ്റെ കരത്തിൽ കർത്താവ് ഏൽപ്പിക്കും. നിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിൻ്റെ തലമുറയുടെ മേൽ ദൈവം അഭിഷേകം പകരും. നിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിനക്ക് വയ്യ എന്ന് തോന്നുന്ന വിഷയത്തെ ദൈവം കൈകാര്യം ചെയ്യും. നിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിനക്കെതിരെ എഴുതിയ അപമാനങ്ങളെ ദൈവം കൈകാര്യം ചെയ്യും. നിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ കാര്യങ്ങളെ തീർപ്പ് ദൈവം കൽപ്പിക്കും. ഇന്ന് രാത്രി വെല്ലുവിളികളെയും പരാജയങ്ങളെയും മാത്രം ഓർത്ത് നിൽക്കാതെ ഭയപ്പെടേണ്ടെന്ന് പറയുന്ന ദൈവത്തിൻ്റെ ദൂത് ഏറ്റെടുക്കാൻ എത്ര പേർക്ക് ഇന്ന് തയ്യാറുണ്ട്? യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ തലമുറകൾക്കെതിരെ, നിന്റെ സഭയ്ക്കെതിരെ, ആത്മീയ മണ്ഡലങ്ങൾക്കെതിരെ പിശാച് വെല്ലുവിളിച്ച് യുദ്ധം തയ്യാറാ നിൽക്കുമ്പോൾ ഇന്ന് രാത്രി യുദ്ധം ഏറ്റെടുക്കാൻ തയ്യാറുള്ള ദൈവം പറയുന്നു, നീ ഭയപ്പെടേണ്ടെന്ന് ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് വിടർത്താൻ തയ്യാറാണ്. ആത്മാവിനെ സ്തോത്രം ചെയ്യുന്നു, ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, യഹോവ യുദ്ധം ഏറ്റെടുക്കുകയാ. നിങ്ങളുടെ വിഷയത്തെ കർത്താവിന് മുമ്പിൽ സ്പ്രെഡ് ചെയ്യാൻ, കർത്താവിന് മുമ്പിൽ കൊണ്ടുവന്ന് വിടർത്താൻ ആരെയും കാണിക്കണ്ട. കുഞ്ഞുങ്ങളെ ആരെയും കാണിക്കണ്ട, ആരോടും പറയണ്ട. കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ട് നിവർത്തി വെക്കണം. രാത്രി കർത്താവിന് മുമ്പിൽ കൊണ്ടുവന്ന് നിവർത്തിച്ചു വെക്കാൻ. കർത്താവ് നീ വായിച്ചോ, എനിക്ക് വായിക്കും പേടി തോന്നുന്നു. കർത്താവ് നീ വായിച്ചോ, നിനക്ക് എല്ലാ ഭാഷയും അറിയാമല്ലോ. അശ്ശൂർ എഴുതിയ ഭാഷയെ നിനക്കറിയാം, എല്ലാവരും ഭാഷ അറിയാം. നല്ല കൊളോക്കിയൽ ലാംഗ്വേജിലൊക്കെ ചേർത്ത് എഴുതുമ്പോൾ അത് വായിക്കാൻ നിനക്കറിയാമല്ലോ. കർത്താവ് എന്ന് പറഞ്ഞ് തമ്പുരാൻ മുമ്പിലേക്കൊന്ന് കൊടുത്തിട്ട് കരയുവാൻ നമ്മൾ തയ്യാറുണ്ടെങ്കിൽ ദൈവം കാര്യങ്ങളെ ദൈവം ചെയ്യും. ഹല്ലേലൂയ. ദൈവം വിശ്വസ്തനാ. ദൈവം ആർക്കും കടക്കാരനല്ല. ഇന്ന് രാത്രി കർത്താവിന് മുമ്പിലേക്ക് പ്രാർത്ഥിക്കുവാൻ എത്ര പേർ തയ്യാറുണ്ട്? കർത്താവേ, അങ്ങയുടെ മുമ്പിൽ ശാന്തമായി നിൽക്കുവാൻ എനിക്ക് ആൾക്കാരെ വേണം. കർത്താവേ, ഞാൻ അങ്ങയുടെ മുമ്പിൽ നിൽക്കാൻ തയ്യാറാണ്. കർത്താവേ, എൻ്റെ തലമുറമേൽ അഭിഷേകം പകരുവാൻ ദൈവം അവർ തലമുറയ്ക്ക് ദോഷം ചെയ്യുന്നൊന്നും നമ്മൾ ചെയ്തു വെക്കല്ല് കേട്ടോ. തലമുറയ്ക്ക് ദോഷം ചെയ്യുന്നൊന്നും നമ്മൾ ചെയ്തു വെക്കരുത്. തലമുറയ്ക്ക് അനുഗ്രഹം വരുന്ന കാര്യം നമ്മൾ ചെയ്യേണ്ടുന്നത് അതെന്തെന്നറിയാമോ? ദൈവസ്ഥലം വന്ന് നിൽക്കണം കേട്ടോ. യഹോശാഫാത്ത് പറഞ്ഞപ്പോൾ യഹൂദന്മാരെല്ലാവരും ആലയത്തിനകത്ത് ഓടിക്കൂടിയിട്ട് അവർ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ വന്ന് ദൈവം നിന്നപ്പോൾ ദൈവം തലമുറമേൽ അഭിഷേകം പകർന്നെങ്കിൽ ഇന്ന് രാത്രി തമ്പുരാന്റെ മുമ്പിലേക്ക് വന്ന് നിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ദൈവസ്ഥലം കരയാൻ തയ്യാറുണ്ട്
തയ്യാറുണ്ടെങ്കിൽ, ദൈവത്തോട് ആരാധിപ്പാൻ തയ്യാറുണ്ടെങ്കിൽ, വചനത്തോട് പ്രതികരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ദൈവാത്മാവിനെ ശക്തി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിനു വേണ്ടി വിധേയപ്പെടുത്തി കൊടുക്കാം. ഓ രാമാനാഭ ശാന്തരാധന. എല്ലാ കരങ്ങളും അടിച്ച് ദൈവത്തെ ആരാധിച്ച്, പാട്ടുകൾ പാടണം നിർബന്ധമൊന്നുമില്ല, എല്ലാ കരങ്ങളും അടിച്ച് ദൈവത്തെ ആരാധിക്ക്. യുദ്ധം യഹോവ ഏറ്റെടുക്കട്ടെ, യുദ്ധം യഹോവ ഏറ്റെടുക്കട്ടെ, യുദ്ധം യഹോവ ഏറ്റെടുക്കട്ടെ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആത്മാവിനെ ശുശ്രൂഷിക്കുന്നു, ആത്മാവിൽ നിയോഗത്തോടെ പറയുന്നു, ദൈവം ചില കാര്യങ്ങൾ ചെയ്യട്ടെന്ന്. ദൈവത്തെ പിടിച്ചു നിർത്തുന്ന സ്റ്റാൻഡേർഡ്സ് ആയി നിൽക്കുക. ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് ഇന്ന് രാത്രി പറയാൻ തയ്യാറാകുക. ഞങ്ങൾക്ക് ശക്തിയില്ല കർത്താവേ, അവരോട് പറഞ്ഞു നിൽക്കാൻ ശക്തിയില്ല. എന്തോ ചെയ്യണം ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ ഒന്ന് ഞങ്ങൾക്കറിയോ, ആലയത്തിൽ വന്ന് കരയാൻ അറിയാം. Thank you, Lord Jesus. Thank you, Lord Jesus. ഇന്നലകളിൽ അശ്ശൂർ വെല്ലുവിളിക്കുന്ന വെല്ലുവിളി കണ്ടോ? ഇന്നലകളിൽ എത്രയോ രാജാക്കന്മാർ ഞാൻ കൊന്നതാ, എത്രയോ പേരെ ഞാൻ പരാജയപ്പെടുത്തി. അശ്ശൂരെ, നീ ഒത്തിരി പേരെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്, ശരിയാ. പക്ഷെ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ചതിക്കില്ല, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ചതിക്കില്ല. ഞാൻ ആരെ ആശ്രയിക്കുന്നത് എനിക്ക് നല്ലതുപോലെ അറിയാം. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ചതിക്കില്ല, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ചതിക്കില്ല, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ചതിക്കില്ല. ഓ രാധാലമ ശാന്തന, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ചതിക്കില്ല, ഞങ്ങളുടെ ആശ്രയിക്കുന്ന ദൈവം ഞങ്ങളെ ചതിക്കില്ല കേട്ടോ. നീ പറയും ഞങ്ങളുടെ ദൈവം ചതിക്കുന്നെന്ന്, എന്നാൽ ഇന്ന് രാത്രി ദുഷ്ടപിശാച് കേട്ടോ, നിന്റെ കർണപടകൾ മുഴങ്ങി കേൾക്കട്ടെ. എന്റെ ദൈവം എന്നെ ചതിക്കില്ല, ഇന്ന് വരെ ചതിച്ചിട്ടില്ല. ചതിക്കാത്ത ദൈവമാണ് ഞാൻ ആരാധിക്കുന്നത്. ഇന്ന് എന്റെ ദൈവം എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാം. നമ്മൾ പരാജയപ്പെട്ട് ദേശത്ത് തലയിൽ മുണ്ടിട്ടുകൊണ്ട് നടക്കുമെന്ന് പിശാച് വെല്ലുവിളിക്കുമ്പോൾ ഇന്ന് രാത്രി പരിശുദ്ധമെന്ന യോഗത്തിൽ ഞാൻ പറയുന്നു, ഈ ഉപവാസപ്രാർത്ഥന ഞാൻ പറയുന്നു, ദൈവാത്മാവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറുണ്ട്. ഇടിവിൽ നിൽക്കാൻ ചിലരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രയോ രാത്രികൾ ഉറങ്ങാൻ കഴിയുന്നില്ല സഹോദരങ്ങളെ, എത്രയോ രാത്രികൾ ഉറങ്ങാൻ കഴിയുന്നില്ല. ഒരു സുവിശേഷകൻ എന്ന രീതിയിൽ ഉറങ്ങാൻ കഴിയാത്ത രാത്രികൾ എനിക്കുണ്ട്. ഉറങ്ങാതിരുന്ന് കണ്ണുകൾ കുഴിഞ്ഞു 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 വല്ലാതെ തിരിഞ്ഞു മറിഞ്ഞും കിടക്കുകയാ. എന്നാൽ ഇന്ന് രാത്രി ദൈവം പറയുന്നു, യുദ്ധം യഹോവ ഏറ്റെടുക്കും. പ്രാർത്ഥനാ മുറി നിൽക്കാൻ തയ്യാറുണ്ടെങ്കിൽ, മുട്ടുമടക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ദൈവസ്ഥലിൽ മുട്ടുമടക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ഓ മോശ കരമുയർത്തി നിന്നപ്പോൾ മോശയുടെ കരം താഴാതെ ഊര് മകനോട് കരത്തെ പിടിക്കാൻ തയ്യാറായപ്പോ പാളയത്തിൽ ജയിക്കാൻ ദൈവത്തിന്റെ കരം ഇറങ്ങി വന്നെങ്കിൽ, ദൈവസ്ഥലിൽ ഇരിക്കാൻ കരയാൻ തയ്യാറുള്ള ദൈവമക്കള് ദൈവസ്ഥലിൽ കരയാൻ തയ്യാറാകട്ടെ. പ്രാസമൊന്നും വേണ്ട. റിഗാനമ ശാന്തരാധന. ശത്രു ഇന്ന് രാത്രി തോക്കും. ഞാൻ ആത്മാവിൽ ശുശ്രൂഷിക്കുന്നു. ശത്രു ഇന്ന് രാത്രി തോക്കും. ഒരു വ്യക്തിയല്ല ശത്രു, ഒരു വ്യക്തിത്വങ്ങളല്ല, ഒരു മനുഷ്യനല്ല. നമ്മുടെ കോമൺ എനിമി പിശാചാണ്. അവന്റെ ആഗ്രഹം സഭ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അവന്റെ ആഗ്രഹം നമ്മെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അവന്റെ ആഗ്രഹം നമ്മുടെ ഐക്യത ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അവന്റെ ആഗ്രഹം നമ്മുടെ നന്മ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് രാത്രി ായ പിശാചിന്റെ ആരവത്തോട് യുദ്ധം ചെയ്യാൻ ചില സ്റ്റാൻഡേർഡ്സിന് ഞാൻ ആത്മാവിൽ സ്തോത്രം ചെയ്യുന്നു, ആത്മാവിൽ പോരാടി പടപെട്ടുന്നു, ആത്മാവിൽ സ്തോത്രം ചെയ്യുന്നു, ആത്മാവിനെ സ്തോത്രം ചെയ്യുന്നു, ആത്മാവിനെ സ്തോത്രം ചെയ്യുന്നു, ആത്മാവിൽ സ്തോത്രം ചെയ്യുന്നു.
ചില മണിക്കൂറുകൾ അന്യഭാഷയിൽ ഇവിടെ നിന്ന് നൃത്തം ചെയ്യാൻ ആത്മാവ് നിയോഗമുണ്ട്. ദൈവാത്മാവ് ഇന്ന് രാത്രി ദൈവത്തിന് കാര്യം ചലിപ്പിച്ചിറങ്ങുകയാ. നമ്മളെ രോഗികളാക്കി, നമ്മളെ ഒരു വീൽ ചെയറിനകത്താക്കി ഇരുത്തി അപമാന വിഷയമാക്കാൻ പിശാച് വെല്ലുവിളിച്ച് നിൽക്കുമ്പോൾ, പെട്ടെന്നുള്ള മരണങ്ങൾ നമുക്ക് വരുത്തി ഇല്ലാതാക്കി കളയാൻ നിൽക്കുമ്പോൾ, ഇന്ന് രാത്രി ആത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, നീ യുദ്ധം പരാജയപ്പെടും പിശാചേ, നീ യുദ്ധം പരാജയപ്പെടും, യുദ്ധം പരാജയപ്പെടും, നീ പരാജയപ്പെടും, നീ പരാജയപ്പെടും. കാരണം കാൽവരി ക്രൂശിൽ നിന്റെ തലയെ തകർത്ത നസ്രായന്റെ നാമത്തിൽ തലയില്ലാത്ത പിശാചിന്റെ വാല് ഇന്ന് രാത്രി തമ്പുരാൻ ചവിട്ടി ഒതുക്കും. ആത്മാവ് ഞാൻ ശുശ്രൂഷിക്കുന്നു. എൻ്റെ കൂടെ ആത്മാവിൽ പറയാൻ കഴിയുന്നത് പറഞ്ഞാൽ മതി. റിഗാനമ ശാന്തനാഥന. ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പട്ടണ ഭൂതങ്ങളോട് ആത്മാവ് ഞാൻ യാഗരിക്കുന്നു. പട്ടണ ഭൂതങ്ങളോട് ആത്മാവ് യുദ്ധം ചെയ്യുന്നു. പട്ടണ ഭൂതങ്ങളോട് ആത്മാവ് യുദ്ധം ചെയ്യുന്നു. ഇന്ന് രാത്രി ആത്മാവ് യുദ്ധം ചെയ്യുന്നു. യേശുവിന് അധികാരമുള്ള നാമത്തെ, യേശുവിന് അധികാരമുള്ള നാമത്തെ. ഓ സംഹാരകൻ കടന്നു പോകുന്നു, സംഹാരകൻ കടന്നു പോകുന്നു, സംഹാരകൻ കടന്നു പോകുന്നു, സംഹാരകൻ കടന്നു പോകുന്നു. സംഹാരകൻ ആത്മാവ് ഞാൻ കാണും. സംഹാരകൻ കടന്നു പോകുന്നു, സംഹാരകൻ കടന്നു പോകുന്നു, സംഹാരകൻ കടന്നു പോകുന്നു. ഓ ഹാൽ കട്ടളപ്പടിമേൽ, കുറുമ്പടിമേൽ ഹാൽ രക്തം പുരട്ടിയതായ ഭവനങ്ങളുടെ മുമ്പിലൂടെ സംഹാരകൻ കടന്നു പോകുന്നു. കയറുവാൻ കഴിയാ സംഹാരകൻ കടന്നു പോകുന്നു. യേശുവിന് അധികാരമുള്ള നാമത്തിൽ എൻ്റെ ജനത്തെ, എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ യൗവനക്കാർ, എൻ്റെ കുടുംബങ്ങളെ നസറേയനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി മുദ്ര വെച്ച് ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയോ. ഓ റമാനബ ശാന്ത എൻ്റെ കൂടെ ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ആ പാട്ട് തന്നെ പാടി കർത്താവിനെ സ്തുതിക്കാം. പറവോനും ഞാൻ അടിമയല്ല. ആ പാട്ടിൻ്റെ വരികൾ പാടി കർത്താവിനെ ആരാധിക്കുമ്പോൾ ആരോഗ്യമുള്ളവർ എഴുന്നേറ്റ് നിന്ന് കരമടിച്ച് നിങ്ങൾ അല്പസമയം നിങ്ങളുടെ ശരീരങ്ങളൊന്ന് വിട്ടുകൊടുത്ത് ഞാൻ ഇന്ന് ആത്മാവിൽ ഒരു വിടുതൽ കാണുകയാണ്. ഒരു ഉണർവ് ദൈവസഭയ്ക്കകത്ത് കാണുക. നിങ്ങൾ പ്രതികരിക്കാൻ തയ്യാറാകണം. രാജാ നാമ ശാന്ത പ്രതികരിക്കാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങൾ പ്രതികരിക്കാൻ തയ്യാറാകണം. ഒരു 5 പേരെ ഉള്ളെങ്കിലും പ്രതികരിക്കാൻ തയ്യാറാകണം. ഒരു 3 പേരെ ഉള്ളെങ്കിലും പ്രതികരിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. വചനത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഇന്ന് രാത്രിനകത്ത് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് ഒന്നിച്ച് പാടി കരങ്ങളടിച്ച് ചില മിനിറ്റ് കർത്താവിനെ ആരാധിച്ച് നമുക്ക് മടങ്ങാം. ഹല്ലേലൂയ. ദൈവാത്മാവിൻ്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. സംഹാരകൻ കടന്നു പോകുന്നു. എൻ സങ്കടങ്ങൾ സകലം തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഇന്ന് രാത്രി ആ രക്ഷാ നിർണയത്തിന്റെ ഹല്ലേലൂയ വചനം മനസ്സിലാകുന്നെങ്കിൽ, നമ്മുടെ മേൽ പതിഞ്ഞ ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം മനസ്സിലാകുന്നെങ്കിൽ, നമ്മുടെ മേൽ അധികാരം മനസ്സിലാകുന്നെങ്കിൽ, നമ്മെ മുദ്രയിട്ടിരിക്കുന്ന രക്തത്തിന്റെ വലിപ്പം മനസ്സിലാകുന്നെങ്കിൽ ഒന്നിച്ചു പാടി കർത്താവിനെ ആരാധിക്കുക. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. കരമടിച്ച് എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. കുഞ്ഞാറ്റിന്റെ വിലയേറിയ നിലത്ത്, കുഞ്ഞാറ്റിന്റെ വിലയേറിയ നിലത്ത് പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ. വരാവോട് ഞാനിനി അടിമയല്ല, വരാവോട് ഞാനിനി അടിമയല്ല. പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. മരുവിലൻ ദൈവം എനിക്കതിമതിയേ,
മരുവിലൻ ദൈവം എനിക്കധിപതിയേ. തരും അവൻ പുതുമന്നതു മതി, തരും അവൻ പുതുമന്നതു മതി. ഓ മാറായെ മധുരമാക്കി തീരുമാവേ, മാറായെ മധുരമാക്കി തീർക്കുമാവേ. പഴയ പിളർന്നു ദാഹം പോക്കുമാവേ, പഴയ പിളർന്നു ദാഹം പോക്കുമാവേ. മനോഹരമായ കനാൻ ദേശമേ, മനോഹരമായ കനാൻ ദേശമേ. അതേ എനിക്കറിയാത്തൊരവകാശമേ, അതേ എനിക്കറിയാത്തൊരവകാശമേ. ഓ ആനന്ദമേ പരമാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ. കനാജീവിതം എനിക്കാനന്ദമേ, കനാജീവിതം എനിക്കാനന്ദമേ. എന്റെ ബലവോ എന്റെ സംഗീതമോ, എന്റെ ബലവോ എന്റെ സംഗീതമോ. എന്റെ രക്ഷയുമേശുവത്തെ ഹല്ലേലൂയ, എന്റെ രക്ഷയുമേശുവത്തെ ഹല്ലേലൂയ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരവുതേ എന്നെ കടന്നുപോയി, സംഹാരവുതേ എന്നെ കടന്നുപോയി. മാറായെ മധുരമാക്കി തീർക്കുമാവേ, മാറായെ മധുരമാക്കി തീർക്കുമാവേ. പഴയ പിളർന്നു നാം പോക്കുമാവേ, പഴയ പിളർന്നു നാം പോക്കുമാവേ. ഓ മനോഹരമായ കനാൻ ദേശമേ, മനോഹരമായ കനാൻ ദേശമേ. അതേ എനിക്കറിയാത്തൊരവകാശമേ, അതേ എനിക്കറിയാത്തൊരവകാശമേ. ഓ ആനന്ദമേ പരമാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ. കനാജീവിതം എനിക്കാനന്ദമേ, കനാജീവിതം എനിക്കാനന്ദമേ. എന്റെ ബലവോ എന്റെ സംഗീതമോ, എന്റെ ബലവോ എന്റെ സംഗീതമോ. എന്റെ രക്ഷയുമേശുവത്തെ ഹല്ലേലൂയ, എന്റെ രക്ഷയുമേശുവത്തെ ഹല്ലേലൂയ. എന്റെ ബലവോ എന്റെ സംഗീതമോ, എന്റെ ബലവോ എന്റെ സംഗീതമോ. എന്റെ രക്ഷയുമേശുവത്തെ ഹല്ലേലൂയ, എന്റെ രക്ഷയുമേശുവത്തെ ഹല്ലേലൂയ. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതേ നിന്നെ കടന്നുപോയി, സംഹാരദൂതേ നിന്നെ കടന്നുപോയി. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതേ എന്നെ കടന്നുപോയി, സംഹാരദൂതേ നിന്നെ കടന്നുപോയി. ആനന്ദമേ പരമാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ. കനാജീവിതം എനിക്കാനന്ദമേ, കനാജീവിതം എനിക്കാനന്ദമേ. ഓ ആനന്ദമേ പരമാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ. കനാജീവിതം എനിക്കാനന്ദമേ, കനാജീവിതം എനിക്കാനന്ദമേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതേ നിന്നെ കടന്നുപോയി, സംഹാരദൂതേ നിന്നെ കടന്നുപോയി. ഫറവോട് ഞാനിനി അടിമയല്ല, ഫറവോട് ഞാനിനി അടിമയല്ല. ീരാദരേ രകരാനന്ദരേ വികാരന്തരേ കാരന്തരേ. ഫറവോട് ഞാനിനി അടിമയല്ല, ഫറവോട് ഞാനിനി അടിമയല്ല. പരമസിയോനിൽ ഞാൻ അന്യനല്ല,
ഞാൻ ആദ്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യൂ. സന്തോഷത്തോടെ കർത്താവിന് മഹത്വം കൊടുക്കുക. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. നമ്മുടെ തലകളെ വണങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. ഹൈദരാബാദിലെ പപ്പ ഇപ്പോൾ അവസാനമായി പ്രാർത്ഥിക്കും. എല്ലാ കണ്ണുകളും അടച്ചുകൊണ്ട് ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി കേട്ട വചനത്തിന് മുമ്പ് സമർപ്പിച്ച് കർത്താവിന് മുമ്പിൽ നിൽക്കുന്നവരാക്കി നമ്മെ മാറ്റാം. നമ്മുടെ സമയങ്ങൾ കൂടുതൽ കർത്താവിന് മുമ്പിൽ നിൽക്കുവാൻ, കർത്താവിനോട് കാര്യങ്ങളെ പറയുന്നവരായി, അതിൻ്റെ കർത്താവിൽ നിന്ന് മറുപടി പ്രാപിപ്പാൻ അബ്രഹാമിനെ പോലെ ദൈവസ്ഥൻ നിൽക്കുന്നവരാക്കി മാറ്റാം. ഹാലിയഘോഷപ്പാത്തിനെ പോലെ ദൈവസ്ഥൻ നിൽക്കുന്നവരായി നമുക്ക് മാറാം. കർത്താവിനെ സമർപ്പിക്കാം. പ്രിയ പിതാവ്, ഇപ്പോൾ പ്രാർത്ഥന നമ്മെ സഹായിക്കും. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ശനിയാഴ്ച വൈകിയ വേളയിൽ കർത്താവേ ഉപവാസ പ്രാർത്ഥനയായി അടിയങ്ങൾ കടന്നു വന്ന സമയം മുതൽ കർത്താവേ ഇതുവരെയും അടിയങ്ങളെ പരിപാലിച്ചു. നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കർത്താവെ അനുഭവിപ്പാൻ അടിയങ്ങൾ തന്നവർക്കായ സ്തോത്രം ചെയ്യുന്നു. നല്ല പാട്ടുകളെ പാടി കർത്താവെ ആരാധിപ്പാൻ തന്നവർ കർപ്പിക്കായി എന്നെ സ്തുതിക്കുന്നു. ദൈവത്തിൽ കൂടെ അടിയങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധി നിൽപ്പാൻ ഏത് പ്രയാസ സാഹചര്യങ്ങളിലും താവേ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് താവേ ഇടവിൽ നിൽപ്പാൻ അടിയങ്ങളെ നീ പ്രാഗൽഭ്യം തരുമാറാണമേ. നമ്മുടെ പരിശുദ്ധാത്മാ ഓരോരുത്തരും നിയന്ത്രിച്ചോളും പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്ന എൻ്റെ മക്കളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. താവേ ആത്മാവഹൃത്യമായി ഇടപെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. സഭയുടെ വളർച്ചയ്ക്ക് തടസ്സമായിരിക്കുന്ന എല്ലാ തടസ്സങ്ങളെയും നസ്രയനാം യേശുവിൻ്റെ അധികാരം ബത്സിക്കുന്നു. ശാസ്ത്രീയ ദിവസങ്ങളിൽ ഒരു വിടുതൽ പ്രാപിപ്പാൻ താവേ സഭയുടെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താവേ കൂടി വന്ന എൻ്റെ മക്കളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. താവേ ഈ ആൽബന്യ പട്ടണത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. താവേ നാളത്തെ സൺഡേ സ്കൂൾ ആരാധനയെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പുതിയ കുടുംബങ്ങൾ കടന്നുവരുവാൻ ആത്മാവശത്തിലും ആരാധിപ്പാൻ ഈ അന്ത്യകാലത്ത് കർത്താവിൻ്റെ വരവ് ഏറ്റുപടുത്തിരിക്കുക. സ്തോത്രം. വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ അടിയങ്ങളെ ഓരോരുത്തരും പ്രത്യാശ നൽകുമാറാണ് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹ കുടുംബത്തെ പ്രാർത്ഥിക്കുന്നു. ഈ ആത്മന്യപ്പെട്ടതിൻ്റെ മക്കളെ കൊണ്ടുവന്നു നീ കൊടുത്ത എല്ലാ ആത്മീയ ഭൗതിക നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. സഭയെ ലീഡ് ചെയ്യുവാൻ ആവശ്യമായ ദൈവവന്ന കർത്താവെ ആത്മീയ ഭോജനം അടിയങ്ങൾ നേടിത്തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കുടുംബരണ്ടിരിക്കുമാറാണമേ. ഈ പട്ടണത്തിൻ്റെ ഉണർവ് നയിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. താവേ ഇന്ന് ആരാധനയ്ക്ക് കടന്നു വന്ന എൻ്റെ മക്കളെല്ലാം വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. താവേ ജോലി സാഹചര്യങ്ങളിൽ കടന്നു വരാതെ ഇരിക്കുന്ന എൻ്റെ മക്കളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവരെ ഇന്ന് പരിപാലിച്ചോളും പ്രാർത്ഥിക്കുന്നു. രാത്രി താവേ അടിയങ്ങൾ സുഖമായി ഉറങ്ങി വീണ്ടും രാവിലെ എഴുന്നേറ്റ് താവേ ഇതിനെ ആരാധിപ്പാൻ താവേ സഹായിക്കുമാറാണമേ. പുതിയ കുടുംബങ്ങളുമായി ആരാധിപ്പാൻ അടിയങ്ങളെല്ലാം സഹായിക്കും പ്രാർത്ഥിക്കുന്നു. ഇന്ന് സഭയായി പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങളെയും താവേ ചെറുതും വലുതും എല്ലാ വിഷയങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ആവശ്യങ്ങളുടെ മൊത്തം ദിവസങ്ങളിൽ കടന്നു വന്ന് എല്ലാം ദിവസങ്ങളിൽ പറയുവാൻ നോക്കണം. ദിവസങ്ങളിൽ പ്രാഗൽഭ്യം നൽകുമാറാണമേ. ശത്രുവിരുദ്ധം പ്രവൃത്തി വേണ്ടിയാക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയം താഴ്ച സമർപ്പിക്കുന്നു. അവിടെ യാത്രയിൽ കൊണ്ട് പരിപാലിക്കണമേ. താവേൻ്റെ ദിവസം സഞ്ചയം കാവലുണ്ടായിരിക്കുമാറാണമേ. പ്രാർത്ഥനയുടെ ദിവസം വരവേണ്ടി ഒരുക്കുമാറാണമേ. യേശു നാമത്തിൽ കേൾക്കണമേ പിതാവേ. ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥനയായി നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മെ ഇന്ന് രാത്രി കർത്താവ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം.
സ്തോത്രം, 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 സ്തോത്രം. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് കളങ്കമില്ലാത്തവനായ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്ന ത്രിയേക ദിവസവകാശവും കൂട്ടായ്മയും കാവലും പരിപാലനങ്ങളും ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയം ശിക്ഷാക്കടം സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഇന്നും എന്നേക്കും കർത്താവ് രണ്ടാമത്തെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അറക്കപ്പെട്ട കുഞ്ഞാടാം ദൈവത്തിൻ്റെ കരങ്ങൾ ഉയർത്തി 3 സന്തോഷത്തോടെ 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. മീറ്റിംഗ് സംബന്ധിച്ച് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. കർത്താവിൻ്റെ സ്ഥാനം നിൽക്കുന്നവരായി മാറുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നാളെ